നമസ്കാരം. തിരുവനന്തപുരം മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ ഡ്രൈവർ യദു ഹൈക്കോടതിയിൽ. ഒന്നുകിൽ തിരിച്ചെടുക്കണം, അല്ല എങ്കിൽ പിരിച്ചുവിട്ടതായി രേഖാമൂലം അറിയിക്കണം. ഇതാണ് യദു മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. 3 മാസങ്ങൾക്ക് മുൻപാണ് മേയറുമായുണ്ടായ തർക്കത്തിൽ യദുവിന് ജോലി നഷ്ടമാകുന്നത്. സംഭവമുണ്ടായി 3 മാസം പിന്നിട്ടിട്ടും കേസിലെ അന്വേഷണം എങ്ങും തന്നെ എത്തിയിട്ടില്ല. ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കാതെ യദു അശ്ലീല ആംഗ്യം കാണിച്ചു എന്നാരോപിച്ചാണ് ബസ് തടഞ്ഞു നിർത്തി മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. എന്നാൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഇരുകൂട്ടരും പരസ്പരം ആരോപണങ്ങളുമായി രംഗത്തെത്തുകയായിരുന്നു. അശ്ലീല ആംഗ്യം കാണിച്ച് മോശമായി പെരുമാറി എന്ന മേയറുടെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് ആദ്യം കേസെടുത്തു. ബസ് തടഞ്ഞ് ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തി എന്ന യദുവിന്റെ പരാതിയിൽ മ്യൂസിയം പോലീസും പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തു. ഇതിനിടെയാണ് കേസിലെ നിർണായക തെളിവായ ബസ്സിനുള്ളിലെ CCTVയുടെ മെമ്മറി കാർഡ് കാണാനില്ല എന്ന ഈ വിവരം പുറത്തു വന്നത്. ഇതിൽ തമ്പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഈ കേസിലെ അന്വേഷണവും ഒന്നുമായില്ല. താൽക്കാലിക ഡ്രൈവർ യദുവിനെ പിന്നെ KSRTCയും ജോലിക്ക് വിളിച്ചില്ല. അച്ഛനും അമ്മയും 3 വയസ്സുള്ള കുഞ്ഞുമടക്കം കഴിയുന്ന കുടുംബം പട്ടിണിയിലായി. ഇതോടെയാണ് യദു ഹൈക്കോടതിയിലേക്ക് പോയത്. താൽക്കാലിക ജോലിയാണെങ്കിൽ പോലും സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി 10,000 രൂപ യദു KSRTCയിൽ നൽകിയിട്ടുണ്ട്. ഇത് തിരികെ നൽകി പിരിച്ചുവിടാത്തതിനാൽ മറ്റൊരു ജോലിക്ക് പോകാൻ കഴിയില്ല എന്നാണ് യദുവിന്റെ ഹർജിയിൽ പറയുന്നത്. അതേസമയം താൽക്കാലിക ജീവനക്കാരനായ യദുവിന് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാങ്കേതിക തടസ്സങ്ങൾ ഇല്ല എന്നാണ് KSRTCയുടെ വിശദീകരണം. അപ്പോഴും വിവാദത്തിന് ശേഷം എന്തുകൊണ്ട് യദുവിനെ തിരിച്ചു വിളിച്ചില്ല എന്നതിൽ കൃത്യമായി ഒരു മറുപടിയില്ല. ഏതായാലും യദുവിന്റെ കേസ് ഹൈക്കോടതിയിൽ ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലെത്തുമ്പോൾ സർക്കാരിന് ഇനി തീരെ തലവേദന തന്നെയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. യദുവിന് നീതി കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.